ഡോക്ടർ എം എൻ കാരശ്ശേരിയുടെ എഴുത്തിൻ്റെ 60-ാം വർഷത്തിൽ എം എൻ കാരശ്ശേരിയെ എഴുത്തിന് 60 ആണ്ട് എന്ന പേരിൽ ആദരിക്കുന്നു. മുക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാനവം സാംസ്കാരിക കൂട്ടായ്മയുടെ ദശാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 13-ന് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആദരവ് നൽകും. മുക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാനവം സാംസ്കാരിക കൂട്ടായ്മയുടെ 10-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുക്കത്തിൻ്റെ പേരും യശസ്സുമുയർത്തിയ മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും സാഹിത്യ സാംസ്കാരിക കലാരംഗത്തുള്ളവരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് വ്യത്യസ്ത മേഖലയിലുള്ളവരെ ആദരിക്കുന്നത്. അതിൻ്റെ തുടക്കമായാണ് ഡോക്ടർ എം എൻ കാരശ്ശേരിയുടെ എഴുത്തിൻ്റെ 60-ാം വർഷത്തിൽ എഴുത്തിന് 60 ആണ്ട് എന്ന പേരിൽ ഓഗസ്റ്റ് 13-ന് നോർത്ത് കാരശ്ശേരിയിലെ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്നത്. മുക്കത്തെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ മാനവം 10 വയസ്സ് പിന്നിടുകയാണ്. അതിൻ്റെ ദശാബ്ദി ആഘോഷം വേളകൾ ആലോചനകളുടേതാക്കുക എന്നുള്ള ഒരു നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുക്കത്തെയും പരിസര പ്രദേശത്തെയും സാഹിത്യ സാംസ്കാരിക കലാമേഖലകളിലുള്ള മുക്കത്തിൻ്റെ യശസ് ഉയർത്തിയ അതിന് കാരണക്കാരായവരെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുകയും അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ് മാനവം ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ഭാഗമായി ദശാബ്ദി ആഘോഷത്തിൻ്റെ തുടക്കം എഴുത്തിൻ്റെ വഴിയിൽ 60 ആണ്ട് പിന്നിടുന്ന ഷഷ്ടിപൂർത്തി പിന്നിടുന്ന എം എൻ കാരശ്ശേരിക്ക് ആദരം നൽകിക്കൊണ്ട് ഈ ഓഗസ്റ്റ് 13-ന് മുക്കം നോർത്ത് കാരശ്ശേരിയിലുള്ള കാരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. പത്രപ്രവർത്തകൻ, ചലച്ചിത്രകാരൻ, അധ്യാപകൻ, സാമൂഹിക വിമർശകൻ, ഗ്രന്ഥകാരൻ, ഗവേഷകൻ തുടങ്ങി ഇടപെട്ട മേഖലകളിലെല്ലാം സ്വന്തം ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് ഡോക്ടർ എം എൻ കാരശ്ശേരി. താനും ഉമ്മയും അസുഖബാധിതരായി കിടന്നപ്പോൾ ഉന്നയിച്ച ആവശ്യങ്ങളെ അവഗണിച്ച പിതാവിനെഴുതിയ പ്രതിഷേധ കത്തിന് പിതൃ സഹോദരൻ കോയക്കുട്ടി ഹാജിയിൽ നിന്നും ലഭിച്ച പ്രശംസയാണ് എഴുത്തുവഴിയിലെ ആദ്യ പ്രോത്സാഹനവും പ്രചോദനവുമെന്നും കുരുത്തക്കേടിൽ കുറിച്ച തുടക്കമെന്ന പേരിൽ ഈ സംഭവത്തെ അധികരിച്ച് പിന്നീട് പുസ്തകവും എഴുതിയിട്ടുണ്ടെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതാൻ തുടങ്ങി. 6-ാം ക്ലാസ്സിൽ തന്നെ ഞാൻ എം എൻ കാരശ്ശേരിയാണ്. എനിക്ക് അങ്ങനെ ഒരു തോന്നലാണ് അന്ന് ഞാനൊരു എഴുത്തുകാരനാണ്. എന്തിനാ തോന്നിയെന്ന് അറിഞ്ഞൂടാ. അതിലിപ്പോൾ ആദ്യം എഴുതിയ എന്താന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയിലുള്ളൊരു സംഗതി, അന്ന് വാപ്പ മംഗലാപുരത്താണ്. ഇവിടെ ഉമ്മയ്ക്ക് അന്ന് വലിയ പള്ളവേദനയാണ്, എനിക്കും പള്ളവേദനയാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും അത്യാവശ്യമുള്ള സാധനം കരിമ്പടം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാപ്പയ്ക്ക് ഒരു കത്തയച്ചു. പാപ്പ മറുപടി അയച്ചില്ല, കരിമ്പടം അയച്ചില്ല. ആ കത്ത് അവിടെ കിട്ടി. മൂപ്പരത് അവഗണിച്ചു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഉമ്മ അറിയാതെ ഞാനൊരു ഇല്ലൻ്റ് വാങ്ങിയിട്ട് വളരെ രൂക്ഷമായിട്ടൊരു കത്തയച്ചു. പാപ്പ കാണിച്ച വലിയ അന്യായമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം പുതപ്പ് കിട്ടൂല, തല്ല് കിട്ടും എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് തന്നെ തല്ല് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതിയത്. അപ്പോൾ ഈ കത്ത് അവിടെ കിട്ടി. കത്ത് കിട്ടിയതിൽ ഒരു അപകടം വരികയെന്ന് വെച്ചാൽ മൂപ്പര് ജോലി ചെയ്ത മൂപ്പര് ജ്യേഷ്ഠൻ എൻ്റെ മൂത്താപ്പ കോയക്കുട്ടിയാജിയുടെ കൂടെയാണ്. കോയക്കുട്ടിയാജി യാദൃശ്യമായിട്ട് മേശപ്പുറത്ത് ഈ കത്ത് കണ്ട് മൂപ്പര് ഇത് വായിച്ചിട്ട് എൻ്റെ വാപ്പ ഭയങ്കരമായി ചീത്ത പറഞ്ഞു. മൂപ്പര് 2 പുതപ്പ് അങ്ങോട്ട് കൊടുത്തയച്ചു. ഇതൊന്നും ഞാൻ അറിയില്ല. വാപ്പ പിന്നെ നാട്ടിൽ വന്നപ്പോഴാണ് പുതപ്പ് അയച്ച മൂത്താപ്പയാണെന്നും അത് ഈ കത്ത് കണ്ടിട്ടാണെന്നും ഒക്കെ അറിയുന്നത്. വാപ്പനെ ചീത്ത പറയുന്നതല്ലേ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ മൂത്താപ്പ പറഞ്ഞത് വാപ്പ പറഞ്ഞു, ഓൻ്റെ കത്ത് വല്ലാത്ത കത്ത് എന്ന്. ഇതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു അപ്രീഷിയേഷൻ. ദശാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ആദരവ് ചടങ്ങിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ജോയ് മാത്യു, UK കുമാരൻ, ഹമീദ് ചന്ദമംഗലൂർ, കാനേഷ് പൂന്നൂർ, കാഞ്ചനമാല തുടങ്ങിയവർ പങ്കെടുക്കും. നാടിൻ്റെ ചരിത്രത്തെയും സാംസ്കാരിക പാരമ്പര്യത്തെയും അടയാളപ്പെടുത്തുന്ന ആധികാരിക ചരിത്രരേഖയായി സൂക്ഷിക്കപ്പെടുന്ന പുസ്തക പ്രസാധനം തുടങ്ങി ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് 2025 ഓഗസ്റ്റ് 13-ന് തുടക്കമാവുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.